ചന്ദ്രഘാതം സീരിയലിലെ പുതുപുത്തൻ പ്രൊമോയിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നിർമ്മല സഹിക്കെട്ടിട്ട് നമ്മുടെ ഗൗതമിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, നിങ്ങളുടെ ചോരയാണ് ഗൗരിമോൾ എന്നൊരു രഹസ്യം. ഇത് അറിഞ്ഞ ഉടനെ നമ്മുടെ ഗൗതം നന്ദയുടെയും ഗൗരിമോളുടെയും അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ബസ്സിൽ കയറി ഇരിക്കുമായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഗൗരിമോൾ ഉറക്കത്തിലായിരിക്കും ബസ്സിൽ വെച്ചിട്ട്. നമ്മുടെ നന്ദയുടെ അനുവാദം പോലും ചോദിക്കാതെ ഗൗതം നമ്മുടെ ഗൗരിമോളെ എടുത്തിട്ട് ഇന്ദീവനത്തിലോട്ട് വരുന്നുണ്ട്. അവിടെ വെച്ച് തന്റെ ചോരയാണ് ഗൗരിമോൾ എന്ന സത്യം ഇന്ദീവനത്തിലുള്ള എല്ലാവരെയും ഗൗതം അറിയിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ നന്ദുമോന്റെയും ഗൗരിമോളുടെയും കൂടെ നമ്മുടെ ഗൗതം കിടന്നുറങ്ങുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നന്ദുമോൻ വളരെ ഹാപ്പിയാണ്, നമ്മുടെ ഗൗരിമോളെയല്ലേ കിട്ടിയിരിക്കുന്നത്, നന്ദുമോന് പിന്നെ വേറെ എന്ത് വേണം. പിന്നീട് നമ്മുടെ നന്ദ പോലീസിനെയും കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇന്ദീവനം വീട്ടിൽ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗൗതം ഈ ഒരു കാര്യം എല്ലാവരോടും തുറന്നു പറയുന്നത്. അപ്പോഴാണ് ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ പിങ്കിയും ഈ ഒരു കാര്യം അറിയുന്നത്. പിങ്കി ഇത് കേട്ടപാടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ പിങ്കിയും പ്രതിസന്ധിയിലാവുന്ന ഒരു നിമിഷമാണല്ലോ ഇത്. ഇതുവരേക്കും നമ്മുടെ ഗൗതം പിങ്കിക്ക് മാത്രമുള്ളതാണെന്നുള്ള വിശ്വാസം പിങ്കിക്കുണ്ടായിരുന്നു. പക്ഷേ ഗൗരിമോൾ ഗൗതമിന്റെ ചോരയാണെന്ന് അറിയുമ്പോൾ ഇനിയൊരു പക്ഷേ നന്ദയായിരിക്കുമോ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നൊരു വലിയ ചോദ്യം ചിഹ്നം തന്നെ അവിടെയുണ്ട്. അപ്പോൾ അത് നമ്മുടെ പിങ്കിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഒരു സത്യം നമ്മുടെ ഗൗതം അറിഞ്ഞു എന്നറിയുമ്പോൾ നമ്മുടെ നന്ദ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ പിങ്കി നമ്മുടെ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നന്ദ ജയിലിൽ കിടക്കുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട്.